പക്ഷെ ആരും ഈ ഒരു കാര്യത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് മോശമാണെന്ന് ഇപ്പോഴും സമൂഹം വിശ്വസിക്കുന്നത്. പക്ഷെ എഡ്യൂക്കേറ്റഡ് ആയ നമ്മളും ഇതിനെപ്പറ്റി സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളും അവരിൽ ഒരാളായി പോവില്ലേ? പിന്നെ എന്ത് ചെയ്യാനാ ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നേ? നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലല്ലേ ഈ സമൂഹം നന്നാവുള്ളൂ. അവനാ നന്നായാലേ മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റും. എല്ലാവരെയും ഒരുമിച്ച് ചേർത്തൊരു ബോർഡും പിടിച്ച് ഇതിനു വേണ്ടി സമരം ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഈ മാറ്റം കൊണ്ടുവന്ന് തുടങ്ങുകയാണെങ്കിൽ അത് ഈ സൊസൈറ്റിയെ തന്നെ മാറ്റിക്കോളും. നിങ്ങൾ ഇത്രയൊക്കെ പറയണമെങ്കിൽ നിങ്ങൾ എന്തോ ഒരു തീരുമാനം എന്തായാലും എടുത്തിട്ടുണ്ട്. അഞ്ജുവിന് നിങ്ങൾ 3 ചേച്ചിമാരുണ്ട്. 3 പേരും എഡ്യൂക്കേറ്റഡും. അഞ്ജു ഇപ്പോ ഹൈസ്കൂൾ കഴിഞ്ഞ് കോളേജിൽ ചേരാൻ പോവാ. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ കുട്ടികളുടെ വീട്ടില് ഇങ്ങനത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക്, പുറം ലോകം കാണാത്ത ആളുകൾക്ക്, പഴയ സമ്പ്രദായങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക് ആ വീട്ടിലെ കുട്ടികളുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ഇപ്പോ ഞാനൊരു തീരുമാനം എടുത്തു. എന്താ അത്? പ്രകൃതിദത്തമായി കംപ്ലീറ്റ് ആയി മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ബയോഡിഗ്രേഡബിൾ സാനിറ്ററി പാഡ്സ് ആദ്യ ഓർഗാനിക്സിൽ നിർമ്മിക്കണമെന്നാണ് എന്റെ പ്ലാൻ. നീ ഇനിയൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് മോളെ, കേട്ടോ. അമ്മ എത്രയൊക്കെ പറഞ്ഞു തന്നപ്പോ എല്ലാം ശരിയായി അമ്മ. ഇപ്പോഴും സമാധാനായേ. എന്റെ പൊന്നോര കുട്ടിയല്ലേ നീ. ഇപ്പൊ നീ പോയി വേഗം കുളിച്ച് റെഡിയായിട്ട് വാ. വീട് നിറയെ ആൾക്കാരുണ്ട്. പെട്ടെന്ന് വേണം കേട്ടോ. ആദ്യം നീ വേണം റെഡിയാവാൻ. എനിക്ക് വയറ് വേദനിക്കുന്നു അമ്മേ. മോളെ, ഈ സമയത്തൊക്കെ ഇങ്ങനൊക്കെ തന്നെ ഉണ്ടാവും. അതൊന്നും സാരില്ല കേട്ടോ. ഞാനേ ഉലുവക്കഷായം ഉണ്ടാക്കിക്കൊണ്ട് തരാം നിനക്ക്. അത് കുടിച്ചാലേ പെട്ടെന്ന് ശരിയാവും. അമ്മേ, എനിക്ക് ഈ ചടങ്ങൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് ദേഷ്യമൊന്നും ആയില്ലല്ലോ അല്ലേ? ഇല്ല മുത്തേ, അമ്മയ്ക്ക് മക്കളോട് ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ ദേഷ്യപ്പെടാൻ പറ്റുമോ? നീ ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ വാശി പിടിച്ചല്ലേ. എന്തൊക്കെയായാലും ഞാൻ വളർത്തിയ എന്റെ മക്കളല്ലേ നിങ്ങളൊക്കെ. നിങ്ങളെല്ലാവരും അച്ഛന്റെ അമ്മയുടെ സന്തോഷത്തിന് വില കൽപ്പിക്കുന്നവരാ. നീ എന്റെ ആഗ്രഹം സാധിച്ചേരുന്ന് എനിക്കറിയാം. അതിൽ ഒരു സംശയം വേണ്ടമ്മേ. അമ്മയ്ക്ക് സന്തോഷാവുമെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും ഞാൻ ചെയ്യും. അന്ന് എനിക്കത് മനസ്സിലായില്ല, ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതാ പറയുന്നത്, നിന്നോട് എപ്പോഴും പെട്ടെന്നൊരു തീരുമാനം ചാടിക്കറി എടുക്കരുതെന്ന്. കുറച്ച് സമയം കഴിയുമ്പോഴേ എല്ലാ കാര്യങ്ങളും താനെ ശരിയായിക്കോളും. പെട്ടെന്ന് ചെല്ല്, ലേറ്റ് ആവാതെ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വാ. ശരി അമ്മേ. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാനെടുത്ത തീരുമാനം തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നിനക്ക് എന്തിനങ്ങനെ തോന്നണം വേദാന്ത്? സത്യം പറയുവാണെങ്കിൽ ഞാൻ പോലും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പ്രാക്ടിക്കലി തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ബയോഡിഗ്രേഡബിൾ പാഡൊന്നും നമുക്ക് കിട്ടാനില്ല. ഒന്നെങ്കിൽ ചെറുതായിരിക്കും, അല്ലെങ്കിൽ കവർ പ്ലാസ്റ്റിക് ആയിരിക്കും, അതുമല്ലെങ്കിൽ ഒരുപാട് വിലയായിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം കാണും അതിന്. പക്ഷെ ഞാൻ ഒരിക്കലും ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്നൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ നിങ്ങൾ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായത് സ്കൂളിലും കോളേജസിലും ഒന്നും ഈ പാഡ്സ് വെൻഡിങ് മെഷീൻസ് ഒന്നും ഇല്ലാന്ന് കേട്ടപ്പോൾ ആശ്ചര്യമായിപ്പോയി. അപ്പോഴേ ഞാൻ ഡിസിഷൻ എടുത്തതാ. സുഹാസിനി ഫൗണ്ടേഷന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് ഈ സ്കൂളിലും കോളേജസിലും ഒക്കെ സാനിറ്ററി വെൻഡിങ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള കാര്യം. പണ്ടത്തെ ആൾക്കാരുടെ കഷ്ടപ്പാട് അറ്റ്ലീസ്റ്റ് പുതിയ കുട്ടികളെങ്കിലും അനുഭവിക്കാൻ പാടില്ല എന്നാ കൺസേൺ. ശരിക്കും ഇതൊരു സൂപ്പർ ഐഡിയ വേദാന്ത്. നിങ്ങളെപ്പോലുള്ള ആളുകള് ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ലൈഫ് ബെറ്റർ ആവുന്നത്. നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് മതിപ്പ് തോന്നുന്നു. എന്നാൽ ഇന്നത് ഒരുപാട് ഇരട്ടിയായി. ഇത്രയ്ക്കൊന്നും പുകഴ്ത്താനൊന്നുമില്ല. എന്റെ ആവശ്യം പുതിയ ആശയങ്ങളെല്ലാം കൊണ്ടുവന്ന് കോസ്റ്റ് ആൻഡ് സെല്ലിംഗ് പ്രൈസിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഒക്കെ കുറച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം നല്ല രീതിയിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രോജക്ട് എപ്പോഴാ തുടങ്ങാൻ പോകുന്നേ? ഇതിന്റെ ലോഞ്ചിങ് വിജയദശമിക്ക് തുടങ്ങണമെന്നാ വിചാരിക്കുന്നത്. ഐ നോ സമയം കുറച്ചേ ഉള്ളൂ, ബട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരേപോലെ പ്രയത്നിച്ചാൽ എല്ലാം സാധിക്കും. യു ലൈക്ക് മൈ ഐഡിയ? ലൈക്ക് മാത്രല്ല, ലവ് ആയിപ്പോയി. ഗുഡ്. ഈ കാര്യത്തിലെല്ലാം നീയാണ് എന്റെ ഏറ്റവും വലിയ ശക്തി. നിന്റെ കംപ്ലീറ്റ് സപ്പോർട്ട് എനിക്ക് വേണം. ഇതൊന്നും പറയേണ്ട കാര്യമില്ല വേദാന്ത്. ഇപ്പൊ ഞാനും നീയും വേറെയല്ല, നമ്മൾ ഒന്നാ. നീ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടായിരിക്കും. ഇതുകൊണ്ടാ
എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നത്. നീ എന്റെ കൂടെ നിന്ന് എന്റെ കണ്ണിലിരിക്കുന്ന സ്വപ്നം കാണുന്നവനല്ല, അതെന്താണെന്ന് മനസ്സിലാക്കി എന്റെ കൺമുന്നിൽ കൊണ്ടുവരുന്നവനാ. ഐ റിയലി ഹലോ, എക്സ്ക്യൂസ് മീ. എവിടെ കറങ്ങാൻ പോയിട്ട് വരുവാ? ഇന്നലെ രാത്രി നമ്മളെല്ലാരും ഒരുമിച്ചല്ലേ കിടന്നുറങ്ങിയേ? രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ രണ്ടെണ്ണത്തിനെ കാണുന്നില്ല. എവിടെ പോയതാ? അത് മാത്രമല്ല, ഞാൻ വിചാരിക്കുന്ന പോലെ, ഞാൻ ഒബ്സർവ് ചെയ്ത പോലെ ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, അഞ്ജുവിന് ഇങ്ങനത്തെ ചടങ്ങൊക്കെ ഉണ്ടെന്ന് ചേട്ടനോട് ആരാ പറഞ്ഞേ? ഇന്നലെ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, മറന്നുപോയി. മോളെ ഡിറ്റക്റ്റീവ് അതിഥി, ഇവരിപ്പോ വീട്ടിലേക്ക് വന്നല്ലേ ഉള്ളൂ. നിന്റെ ചോദ്യം ചെയ്യലൊക്കെ പിന്നീടാകാം. അതെ അച്ഛാ, ഞങ്ങള് പൂ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. ഇവരെഴുന്നേറ്റ് കാറും കൊണ്ട് വന്ന് വാ പോകാന്ന് പറഞ്ഞു. ഇതെന്താ മോളെ കയ്യിൽ തുണി ഉറ്റിരിക്കുന്നത്? അതില്ലേ, അത് ഇവളുടെ കൈയിന് ചെറിയൊരു പരിക്ക് പറ്റി. പരിക്ക് പറ്റിയെന്നു? എന്താ മോനെ പറയുന്നു? ഇവളാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നീയെങ്കിലും കുറച്ച് ശ്രദ്ധിക്കണ്ടേ? എന്താ പറ്റിയതൊന്ന് കാണിച്ചേ. അയ്യോ അച്ഛാ, ഇതൊരു ചെറിയ പരിക്കാ, മുറിവൊന്നും അല്ല. ചെറിയൊരു വേദനയുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാ ഉണ്ടായത്? എന്താ പറ്റിയേ? അതച്ചാ, നിങ്ങളെ മോള് കുറച്ച് വികൃതിയല്ലേ. കാറിന്ന് ഇറങ്ങുമ്പോ പെട്ടെന്ന് ഡോർ അടച്ചപ്പോ ആ മൊബൈൽ അതിന്റെ ഉള്ളിൽ പെട്ട കാര്യം ഓർമ്മ വന്നു. എന്നിട്ട് ഡോർ തുറന്ന് മൊബൈൽ എടുത്തപ്പോ അറിയാതെ ഡോറിന്റെ ഉള്ളിൽ വെച്ച് കൈ അടഞ്ഞു പോയി. ദൈവമേ, ഇവൻ ഇതുപോലെയൊക്കെ നുണ പറയാൻ അറിയാമോ? ആണോ? ഇങ്ങനൊക്കെ സംഭവിക്കോ? എനിക്ക് എന്തോ ഒരു സംശയം. എടി കൊരങ്ങെ, നിനക്ക് എന്ത് കാര്യത്തിലാ സംശയമില്ലാത്തെന്ന് പറ. അവിടെ നടന്നത് എന്താണെന്ന് നീ കണ്ടായിരുന്നോ? അനുഭവിച്ചത് ഞാനല്ലേ, എനിക്കൊരു പ്രശ്നമില്ലല്ലോ, പിന്നെ നിനക്കെന്താ? അച്ഛാ, ഇവരെ രണ്ടുപേരെ മാറ്റി നിർത്തി എന്നിട്ട് രണ്ടാളോടും ഏത് ഡോറിലാ കൈ കുടുങ്ങിയെന്ന് ചോദിച്ചാ സത്യം മനസ്സിലാവും. സത്യം മനസ്സിലാവാൻ എന്താ മോളെ ഇവരെ തന്നെ കള്ളം പറയുന്നത്? നിന്റെ ഒരു കാര്യം ഒരു പ്രാവശ്യം കൂടെ പറയാച്ചാ. എടി കുമ്പളങ്ങി, ഞാനൊന്ന് കുളിച്ചിട്ട് വരാച്ചാ. വേഗം വരാം. ഞാനും ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് വരാച്ചാ. എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. എന്തോ പ്രശ്നം ഉണ്ടല്ലോ. വിക്കി, ഗുഡ് മോർണിംഗ് മുത്തശ്ശി. നീ പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുവാണോ? നിന്നോട് പറയേണ്ടത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നീ ആണെങ്കിൽ നിന്റെ ബുദ്ധി ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ വാക്ക് മാത്രം കേൾക്കുവാണെങ്കിൽ ഞാനും ഒരു കാര്യം പറഞ്ഞു തരാം, കേൾക്ക്. ഞാൻ വേണമെങ്കിൽ നിനക്ക് ബോണ്ട് പേപ്പറിൽ എഴുതി തരാം, ആരതി ആ പണം ഒരിക്കലും മിസ്യൂസ് ചെയ്തിട്ടില്ല എന്ന്. അപ്പൊ അതെങ്ങനെ ചെലവായെന്നുള്ളത് അവൾ നിങ്ങളോട് പറഞ്ഞിരുന്നു? ഇവിടെയാണ് നീ അവളെ മനസ്സിലാക്കിയതിൽ തെറ്റിപ്പോയത് മോനെ. അവൾ ആ പണം എന്തിനാണ് ഉപയോഗിച്ചതെന്ന് നിന്നോട് പറയാത്ത സ്ഥിതിക്ക് അത് ഞങ്ങളോട് പറയോ? അവൾക്ക് ഞങ്ങളെക്കാളൊക്കെ വലുത് നീ തന്നെയാണ് മോനെ. എന്തു പറ്റി, എവിടെ പോയെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ അത് മറ്റാരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്തോ വിഷയമായിരിക്കില്ല മുത്തശ്ശി? അതങ്ങനെ തന്നെ ആവണമെന്ന് ഉറപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളുടെ സ്വഭാവം, ശീലങ്ങൾ
അവള് ജനിച്ചു വളർന്ന സാഹചര്യം ഇതെല്ലാം അറിയാവുന്ന നിനക്ക് അവളെപ്പറ്റി ഇങ്ങനെയൊക്കെ തോന്നാൻ എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല മോനെ. തന്റെ ജീവിതത്തിൽ അത്രയും പണം ഒരുമിച്ച് കാണാത്ത അവള് ആ പണം ഉപയോഗിച്ചു എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിന് പിന്നില് തക്കതായിട്ടുള്ള ഒരു കാരണം ഉണ്ടാകുന്നു നിനക്ക് തോന്നുന്നില്ലേ? ഇതാണ് നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചെന്ന് ഞാൻ പറഞ്ഞേ. ജീവിതത്തിൽ ഒരിക്കലും കാണാത്തത്ര പണം കാണുമ്പോഴായിരിക്കും ആഗ്രഹങ്ങൾ കൂടുന്നത്. ശരി സിദ്ധാർത്ഥ്, ഞാനിന്ന് ഇറങ്ങുവാണ്. അഞ്ജുവിനെ കൺവിൻസ് ചെയ്യാനല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഏതായാലും ആ കാര്യം കഴിഞ്ഞല്ലോ. ഫംഗ്ഷൻ ഇന്നല്ലേ പ്ലാൻ ചെയ്തിരിക്കുന്ന വേദാന്ത്, എന്നിട്ടിപ്പോ പോയാലെങ്ങനെയാ? നോ വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ഫ്രഷ് ആവാനല്ലേ? അത് ഇവിടെയും പറ്റില്ലേ വേദാന്ത്? ഇവിടെ ചൂടുവെള്ളമുണ്ട്, പിന്നെന്താ പ്രോബ്ലം? ഇന്നത്തെ ഫംഗ്ഷന്റെ കാര്യം എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നല്ലോ. യു ആർ സ്മാർട്ട്. വേറെ ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ വീട്ടിലേക്ക് പോയി റെഡി ആയിട്ട് വരാം. ഡ്രസ്സിന് വേണ്ടി എന്തിനാ വീട്ടിൽ പോകുന്നേ? എന്റെ ഡ്രസ് ഇടാവല്ലോ. ഏകദേശം ഒരേ സൈസ് ആണല്ലോ നമ്മുടെ. വേണ്ട സിദ്ധാർത്ഥ്, ഐ എം നോട്ട് കംഫർട്ടബിൾ. ഹാഫ് ഡേ മാത്രമല്ല, ഇവിടെ തന്നെ കുളിച്ച് ഫ്രഷ് ആവുന്നതിന് എന്താ കുഴപ്പം? ഇവിടുന്ന് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ വെറുതെ ചെറിയമ്മ നിങ്ങൾ എവിടെ പോയി, എങ്ങനെ പോയി, എന്തിനു പോയി എന്നൊക്കെ ചോദിച്ച് ഞങ്ങളെ വെറുതെ ശല്യം ചെയ്യും. അങ്ങനെയൊന്നും ആരും ചോദിക്കില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് വരാം. നീ ഡ്രസ്സിന് വേണ്ടിയൊന്നും എവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതിൽ കുർത്തിയുണ്ട്, എടുത്തിട്ടു. ഇത് ചേട്ടന് വേണ്ടി വാങ്ങിയതാ, പക്ഷെ നിനക്ക് പാകാവൂ. എന്നിട്ട് ഇവിടെ തന്നെ പോയി കുളിച്ചു. ഇതാ. താങ്ക് യു. വാ, ടവല് തരാം. വേഗം പോയി കുളിച്ചിട്ട് വാ. ഇല്ലെങ്കിൽ പിന്നെ അവിടെ നല്ല തിരക്കായിരിക്കും. പിന്നെ വീട്ടിലെ കാര്യം പറയണ്ടല്ലോ, എല്ലാവർക്കും തിരക്കായിരിക്കും. അല്ല, നിഴല് കണ്ടാൽ പോലും വഴക്കിട്ടിരുന്നവർക്ക് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും ധ്രുവ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആളിയ. അമൂല്യ എപ്പോഴും ചേട്ടൻ ദേഷ്യത്തിലാ. അവൻ വേദാന്ത് മേനോനല്ല, വേദാന്ത് വിചിത്രനാ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞോണ്ടേയിരിക്കും. ഏട്ടനാണെങ്കിലോ പെൺകുട്ടികളെന്ന് കേട്ടാലേ ദേഷ്യമായിരുന്നു. പക്ഷെ ഇപ്പോ ആണെങ്കിൽ പാമ്പും കീരിയും കൂടെ ഫ്രണ്ട്സായി സമാധാനമായിട്ടിരിക്കുന്ന പോലെ. ഇത്രയല്ലേ കണ്ടിട്ടുള്ളൂ ധ്രുവ. ഞങ്ങളാണെങ്കിൽ ഇവരുടെ ഒരുപാട് അവതാരങ്ങൾ കണ്ടിട്ടുള്ളതാ. പക്ഷെ ഇത്രയൊക്കെ കണ്ടിട്ടും ഞങ്ങളുടെ കണ്ണുകൾക്ക് പോലും ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവോ? അതാണ് എന്റെ സംശയം. ആയിക്കോട്ടെ, അവൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആ പൈസ ഉപയോഗിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അതിനെപ്പറ്റി എനിക്കൊരു ടെൻഷനുമില്ല. എന്താന്ന് വെച്ചാൽ അവൾ ഒരിക്കലും പണം ചെലവാക്കാനേ പാടില്ല എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എന്നാൽ അതിനെപ്പറ്റി എന്നോട് തുറന്നു പറയാൻ അവൾക്ക് എന്താ പ്രശ്നം? എന്റെ അടുത്ത് ഒളിച്ചു വെക്കുന്നതിന്റെ ആവശ്യം എന്താ? ഞാൻ അവളുടെ ഭർത്താവല്ലേ? ഇത്രേ ഉള്ളു മോനെ, ഇത്രേ ഉള്ളു കാര്യം. അവള് നല്ലവളാണെന്ന് സമ്മതിക്കുന്നു. അവള് പണം ഉപയോഗിച്ചാലും കുഴപ്പമില്ലെന്നും പറയുന്നു. പക്ഷേ അത് നിന്നോട് പറയാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണെങ്കിൽ അത് നീ തന്നെ മനസ്സിലാക്കണ്ടേ? ആദ്യം നിന്റെ ചെവിയിൽ ഓതി തന്നവരുടെ വാക്ക് നീ വിട്. ആദ്യം നീ ഇപ്പോ ചടങ്ങിന് പോണായിരിക്കുമല്ലേ? പോയേക്കാം. രാവിലെ മുതൽ ആദ്യം ചേട്ടനും അളിയനും എല്ലാരും കൂടെ ഇത് തന്നെ പറഞ്ഞ പ്രഷർ ചെയ്യാ. എനിക്ക് മതിയായി. മുത്തശ്ശനോട് പറഞ്ഞില്ലേ എന്നെ ആരോ പറഞ്ഞ് കൺട്രോൾ ചെയ്യാണെന്ന്? അത് ശരിയാ, നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിനക്കത് മനസ്സിലാകാൻ പോകുന്നില്ല. പക്ഷേ പിന്നീട് ഒരിക്കൽ നിനക്കതെല്ലാം മനസ്സിലാവും. അന്ന് മുത്തശ്ശി അത് നേരത്തെ പറഞ്ഞതല്ലേ എന്ന് ഒരു പക്ഷേ നിന്റെ ഓർമ്മയിൽ വരും. പക്ഷെ അപ്പോഴേക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധത്തിന്റെ കാലാവധി കഴിഞ്ഞു പോകരുത്, അത്ര തന്നെ. നിങ്ങളുടെ ഇടയിലുള്ള അകലം പുറത്തറിയിച്ച് പിന്നീട് ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നീ കൊണ്ടുപോയി എത്തിക്കരുത്. നീ ഇത്രയും കരുതിയിരുന്നാൽ മാത്രം മതി. ചേച്ചേ, ടവലെടുക്കാൻ മറന്നുപോയല്ലോ. സോറി ഞാനൊന്നും
കണ്ടില്ല. അത് നിന്റെ കുർത്ത റൂമിൽ വെച്ചിട്ടല്ലേ വന്നത്. അത് തരാൻ വേണ്ടി വന്നതാ ഞാൻ. അതൊന്നും കുഴപ്പമില്ല. എന്നാലും നിനക്ക് ഈ വാതിലിൽ മുട്ടിയിട്ടൊന്ന് വന്നെന്താ? ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയില്ലേ? അത് നീ ബാത്റൂമിലായിരിക്കും ഞാൻ വിചാരിച്ചത്. നീ ഈ ഡ്രസ്സിൽ ഇങ്ങനെ പുറത്തിറങ്ങിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? ഇനി ഡയലോഗ് അടിക്കണ്ട. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടാ ഇപ്പൊ ഫാഷനാ സിറ്റിയില്. നിനക്ക് കംഫർട്ടബിൾ അല്ലാന്ന് തോന്നണ്ടല്ലോ എന്നോർത്ത് പറഞ്ഞതാ. ശരി വീട്, നീ ഇതുപോലെ ഡ്രസ്സ് വിട്ട് ലോകം മുഴുവൻ കറങ്ങിക്കോ, എനിക്കെന്താ. ആണുങ്ങളെ നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് തീരെ വിലയില്ല. ഞങ്ങൾക്കും പ്രൈവസിയൊക്കെ ആവശ്യമുണ്ട്. അതിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്തിരിക്കണം. ശരി, അതൊക്കെ പിന്നെ നോക്കാം. ഇത്രയ്ക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. വന്നത് ഞാനല്ലേ. ഇതൊക്കെ നീ തന്നെ എടുത്ത് തലയിൽ വെച്ചല്ലേ വേദാന്ത് മേനോനെ. ഇനി അനുഭവിച്ചോ. എന്താ പറഞ്ഞേ കേട്ടില്ല. കുർത്ത തരാൻ പറഞ്ഞതാ.